അക്രമക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറുക്ക് മുറുക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകൾക്ക് അപ്പുറത്തേക്ക് ചില പ്രധാനപ്പെട്ട ടെലിഗ്രാം ചാറ്റുകളും രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദരേഖകൾ അടക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നത്. അതിനു പുറമെ നിലവിൽ പരാതി നൽകിയ ആളുകൾ ഉൾപ്പെടെ 11 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ പേരുടെ മൊഴി വളരെ പെട്ടെന്ന് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ആ മൊഴി രേഖപ്പെടുന്നതിനൊപ്പം തന്നെ ഇരകളായ പെൺകുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 2 പെൺകുട്ടികൾ ഗർഭചിത്രത്തിന് നിർബന്ധിതമായി വിധേയമായി എന്ന കണ്ടെത്തലാണ്. അതിൽ ഒരു പെൺകുട്ടി ബംഗളൂരുവിലും മറ്റൊരു കുട്ടി തിരുവനന്തപുരത്തും ഗർഭചിത്രത്തിന് വിധേയമായെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവരുടെ മൊഴികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ മൊഴി ശേഖരിക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിനുശേഷമാകും രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുക. നിലവിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ DYSP ഷാജിയാണ് അന്വേഷണം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഈ കോലാഹലങ്ങളിൽ അന്വേഷണം നടത്തുന്നത് ഞങ്ങളാണെന്നാണ് ഇപ്പോൾ അരുൺകുമാർ പറയുന്നത്. അതായത് റിപ്പോർട്ടർ TV-യാണ് ഈ ഒരു കാര്യത്തിൽ അന്വേഷണങ്ങൾ നടത്തുന്നത്. പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഞങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുവാൻ എന്നുള്ളതാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഒരുപാടധികം വാർത്തകൾ, തെളിവുകൾ ശേഖരിച്ചു, ബാംഗ്ലൂരിൽ പോയി, അവിടുന്ന് തെളിവുകൾ കിട്ടി, ഇവിടുന്ന് തെളിവുകൾ കിട്ടി, എല്ലായിടത്തും തെളിവുകൾ കിട്ടി. ബട്ട് ഇന്നീ നിമിഷം വരെ, മാസം 1 പിന്നിട്ടിട്ടും ഇന്നീ നിമിഷം വരെ രാഹുലിനോട് കമ എന്നൊരക്ഷരം മിണ്ടാൻ ചോദിക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കമ എന്നൊരക്ഷരം ചോദിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്. അവിടെയാണ് രാഹുലിനെ ഇനി ചോദ്യം ചെയ്യാൻ പോകുന്നു. ആരാ പറയുന്നത്? മൊട്ട അരുൺകുമാറും പിന്നെ ഒരു പക്കിപ്പാലും. എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ അന്വേഷണം ചുമതല നൽകിയിരിക്കുന്നത്, അന്വേഷണം നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത് അത് ഈ റിപ്പോർട്ടർ TV-യോടാണ്. എന്താണെങ്കിലും നിങ്ങൾ നന്നായിട്ട് അന്വേഷണം നടത്തുക. കാരണം നികേഷ് കുമാറിന്റെ വഴിയെ 2026 തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അത് അരുൺകുമാർ ആഗ്രഹിക്കുന്നുണ്ട്, അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒന്ന് മത്സരിക്കുവാനുള്ള ഒരു സീറ്റ് അത് അരുൺകുമാർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആഗ്രഹങ്ങൾ നടക്കട്ടെ, മത്സരിക്കട്ടെ, വിജയിക്കട്ടെ എന്ന് വിജയാശംസകൾ ഇപ്പോഴേ നേരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനുള്ള ആധാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം KT ജലീലിന്റെ പുറത്ത് വന്ന ഒരു ഓഡിയോ കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എല്ലാം റിപ്പോർട്ടർ ചാനൽ നാളെ മുതൽ ഏറ്റെടുക്കാൻ പോവുകയാണ്, പിന്നെ ഓലങ്ങോട്ട് കത്തിച്ചോളും എന്ന് KT ജലീൽ പറയുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി നമ്മൾ സംഭാഷണം, ആ ഒരു ഫോൺ സംഭാഷണം കൂടി ഇതോടുകൂടി ചേർത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രത്യേകം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന 11 പേരുടെ പരാതി, ആരാണ് പരാതി നൽകിയത്? പരാതി നൽകിയത് അത്രയും സഖാക്കളാണ്. അതല്ലാതെ അവർ ഈ കേസുമായി എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. പിന്നെ അവർ എന്തിന് പരാതി നൽകി? അവർ നിങ്ങളുടെ വാർത്തകൾ കേട്ട്, അതല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കേട്ട്, ആ വാർത്തകളിൽ എവിടെയും എത്തില്ല എന്ന് കണ്ടപ്പോൾ, അന്വേഷണങ്ങൾ എവിടെയും എത്തില്ല എന്ന് കാണാൻ കാരണം എന്താ? ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ പറയുന്നു, എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പരാതിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് പോലും ഉണ്ടാവില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും? ഈ പറയുന്ന പരാതിക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന്, പല ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചു കൊണ്ടേയിരിക്കും. ആരാണ് പരാതിക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരാതി നൽകിയ 11 പേർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് എന്താണ് ഈ കേസുമായി ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. രാഹുൽ മാങ്കൂട്ടമായി ആർക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഈ പീഡനം, അല്ലെങ്കിൽ ഈ പറയുന്ന അശ്ലീല മെസ്സേജുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗർഭചിത്രം നടത്തുക, അല്ലെങ്കിൽ സ്ത്രീകളെ പിന്തുടർന്ന് ഇത്തരത്തിൽ ശല്യപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതിൽ ഇവരെ ആരെങ്കിലുമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയത്? അതല്ലെങ്കിൽ ഇവരെ ആരെങ്കിലുമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കിയത്? അതല്ലെങ്കിൽ ഇവരെ ആരെങ്കിലുമാണോ സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഫോളോ ചെയ്ത് അശ്ലീല സന്ദേശങ്ങൾ അയച്ചത്? ഇവരെ ആരെങ്കിലും ആണോ? അല്ല, ഇവരെ ആരെയുമല്ല.
അപ്പോൾ ഈ 11 പേർക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഈ പരാതിക്കാർ 11 പേരുടെ മൊഴിയെടുത്തു എന്നൊക്കെ ഇങ്ങനെ വളരെ വലിയ സംഭവബഹുലമാക്കി പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന പരാതിക്കാരെന്ന് പറയുന്ന 11 പേരും രാഹുൽ മാങ്കൂട്ടവുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളുമായിട്ടോ ഈ പറയുന്ന വിവാദങ്ങളുമായിട്ടോ ലൈംഗിക പീഡനം എന്നൊക്കെ പറയുന്നതുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഈ 11 പേരുടെ പ്രത്യേകത. അപ്പോ ഈ 11 പേരുടെ പ്രത്യേകത അത് മാത്രമല്ല, ഇവർക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനത്തെ 11 പേരാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഇവർ നൽകുന്ന മൊഴി എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് മൊഴിയാണ് ഇവർ നൽകാൻ പോകുന്നത്? ഇവർക്ക് പറയാനുള്ള കാര്യം ഇവർ പരാതിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനപ്പുറത്തേക്ക് എന്ത് മൊഴിയാണ് ഇവർ നൽകാൻ പോകുന്നത്? മാധ്യമങ്ങളിൽ കേട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയാനുണ്ടാകുമോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകുമോ? ഉണ്ടാവട്ടെ, പറയട്ടെ. അവിടെയും അരുൺകുമാർ ഹെഡ്ലൈൻസിൽ പറയുന്നു, ഈ ഇരകളെ കണ്ടെത്തി അവരുടെ മൊഴിയെടുക്കും, ഉടനടി മൊഴിയെടുക്കും, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയായി കണ്ടെത്തി മൊഴിയെടുക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഇരകൾ ആരാണെന്ന് ക്രൈംബ്രാഞ്ചിനോട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഇരകൾ ആരാണെന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരകൾ ഉണ്ടായിട്ട് വേണ്ടേ ഐഡന്റിഫൈ ചെയ്യാൻ? ഉള്ളതിനല്ലേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താതെ അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പോലും ആരെക്കൊണ്ട്, ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് അരുൺകുമാർ പറയുന്നു ഇരകളെ കണ്ടെത്തി മൊഴിയെടുക്കുമെന്ന്. എന്നാൽ പക്കിപ്പാല് പറയുന്നു അങ്ങനെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. ഇരകളെ കണ്ടെത്തി മൊഴിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ശ്രമങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി. അപ്പോ ബിഗ് ബ്രേക്കിങ്ങുകളാണ് എല്ലാം. റിപ്പോർട്ടറിന്റെ ബിഗ് ബ്രേക്കിങ്ങുകളാണ്. ഇരകളെ കണ്ടെത്തി, മൊഴിയെടുത്തു, തെളിവുകൾ കണ്ടെത്തി, ടെലഗ്രാം ചാറ്റുകൾ കണ്ടെത്തി, അതുപോലെ ഈ പറയുന്ന കണ്ടെത്തി, രാഹുലിന്റെ വോയിസ് ക്ലിപ്പുകൾ കണ്ടെത്തി എന്നൊക്കെ. ഇതേ ആരോപണവുമായിട്ട് മുന്നിൽ വന്ന സ്ത്രീ അന്ന് പറഞ്ഞത് ഇവര് രാഹുൽ മാങ്കൂട്ടം ഈ ടെക്സ്റ്റുകളും അതുപോലെ വോയിസ് ക്ലിപ്പുകളും ഒക്കെ അയക്കുന്നത് ടെലഗ്രാമിലാണ്. അതും ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും തെളിവുകളായിട്ട് എടുത്തു വെക്കാൻ എൻ്റെ കയ്യിലില്ല, തെളിവുകൾ ഇല്ല എന്നാണ് അന്ന് ഈ ആരോപണം ഉന്നയിച്ച യുവതി വെളിപ്പെടുത്തിയത്. അപ്പോ ഇതൊക്കെ പിന്നെ എങ്ങനെയാണ് പോലീസ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഈ ഇരകൾ കണ്ടെത്തിയിട്ടില്ലെങ്കിലും തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്താൽ പിന്നെ എന്തിനാണ് ഇരകളുടെ മൊഴി എന്നുള്ളതാണ്. കാരണം ഗർഭഛിദ്രം നടത്തുക, അത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇരകളുടെ മൊഴിയുടെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോ വീണ്ടും പച്ചക്കള്ളങ്ങൾ, ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ത് ബിഗ് ബ്രേക്കിംഗ്? നിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുമ്പോൾ അന്ന് അത് വലിയൊരു ബിഗ് ബ്രേക്കിംഗ് ആവും നിന്റെ തലമണ്ടയിൽ എന്നാണ് അരുൺകുമാറിനോട് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന ബിഗ് ബ്രേക്കിങ്ങുകളൊക്കെ നിങ്ങളുടെ വാർത്തകൾ, അതിനും വാർത്ത എന്ന് പറയാൻ പാടില്ല. കാരണം സത്യസന്ധമായി പറയുന്ന ഒരു വസ്തുതാപരമായ ഒരു കാര്യം, അത് സംഭവിച്ച ഒരു കാര്യം, അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് വാർത്ത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പച്ചക്കള്ളങ്ങൾ പടച്ചു വിടുന്നതിനെ, പച്ച നുണ പറയുന്നതിനെ എങ്ങനെയാണ് വാർത്തകൾ എന്ന് പറയാൻ കഴിയുന്നത്? അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിൽ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം തലമണ്ട തല അടിച്ചു പൊട്ടിക്കുന്ന ദിവസം അത് വലിയ ഒരു ബ്രേക്കായി മാറുമ്പോൾ, തലയോട്ടി പൊട്ടി 2 കഷ്ണമാകുന്ന ദിവസം അത് വലിയ ഒരു ബിഗ് ബ്രേക്കിംഗ് ആയി മാറും. അത് ഉടനടി തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇത്തരത്തിലാണ് മാധ്യമ പ്രവർത്തനമെങ്കിൽ ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു വാർത്ത, ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ അരുൺകുമാറിൻ്റെ ആ ഒരു സന്തോഷവും അരുൺകുമാറിൻ്റെ ആ ഒരു ശുഷ്കാന്തിയും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? എന്താണ് കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന അരുൺകുമാറിനെ പോലെയുള്ള ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ, ആ കൂട്ടിക്കൊടുപ്പുകാരൻ്റെ പ്രവർത്തനത്തിൻ്റെ പേരാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതേ മാധ്യമ പ്രവർത്തനം അരുൺകുമാർ
കഴിഞ്ഞ മാസം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന യുവതിയുടെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ ന്യൂസ് റൂമിൽ വെച്ച് തനിക്കെതിരെ ലൈംഗിക അതിക്രമണം ഉണ്ടായി എന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന അരുൺകുമാർ പറഞ്ഞത്, ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തു, നിയമങ്ങൾ അന്വേഷണം നടത്തുകയാണ്, ആഭ്യന്തര അന്വേഷണം നടത്തുകയാണ്, അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന്. നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു അരുൺകുമാറെ. ആ വാർത്തയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്താണ് ഈ ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ? എന്താണ് ഇപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടോ? നിലവിൽ കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ അങ്ങനെ ഒരു കേസ് ഉണ്ടോ? കേസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? അഞ്ജന അനിൽകുമാർ ഇതിൽ മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ടോ? അന്വേഷണവുമായി സഹകരിക്കാൻ അഞ്ജന അനിൽകുമാർ തയ്യാറായിട്ടുണ്ടോ? തെളിവുകളൊക്കെ പുറത്തുവിട്ട സ്ഥിതിക്ക്, ഈ പറയുന്ന തെളിവുകളൊക്കെ ലഭിച്ച സ്ഥിതിക്കും CCTV ദൃശ്യങ്ങളും ഒക്കെ ഉള്ള സ്ഥിതിക്കും എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ തോമസിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാത്തത്? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനുള്ള ഒരു അവകാശം കൂടി ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതും സ്ത്രീകളുടെ കാര്യമാകുമ്പോൾ, ഇപ്പോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം സ്ത്രീ സംരക്ഷണമാണല്ലോ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന അഞ്ജന അനിൽകുമാറും സ്ത്രീയാണ്. ന്യൂസ് റൂമിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതേ കേസ് രണ്ടും സമാന സ്വഭാവത്തിലുള്ള കേസുകളാണ്. ഈ സ്വഭാവത്തിലുള്ള കേസുകളിൽ ഈ പറയുന്ന അഞ്ജന അനിൽകുമാറിന്റെ കാര്യത്തിൽ എന്താണ് ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തുവിടാനുള്ളത്?